ഈ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് വന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്ത് ഗുണമാണുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. ഒരാൾക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഒരു പുസ്തകമാണോ? അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ പേര് വന്നാൽ ഏറ്റവും കഴിവുള്ള വ്യക്തി ആ ഒരാൾ മാത്രമാകുമോ? ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്നല്ല, ഏതൊരു അംഗീകാരവും നമ്മളെ തേടിയാണ് എത്തേണ്ടത്. അല്ലാതെ അതിന് പണം മുടക്കി അതിനുവേണ്ടി കാത്തിരുന്ന് ഇവൻറ്റുകൾ നടത്തിയിട്ടല്ല. ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് കല്ലൂർ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റിനെ കുറിച്ചിട്ടാണല്ലോ. അതിനോടൊപ്പം സംഭവിച്ച അനിഷ്ട സംഭവങ്ങളെക്കുറിച്ചിട്ടോ ആ പരിപാടിയുടെ നടത്തിപ്പിനെക്കുറിച്ചിട്ടോ ഒന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എനിക്കൊരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. ലക്ഷങ്ങൾ ചെലവിട്ട് ഇത്രയധികം ആളുകളുടെ പ്രയത്നവും കഷ്ടപ്പാടും കഠിനാധ്വാനവും ഒക്കെ വേണ്ടി വന്ന ആ പരിപാടി യഥാർത്ഥത്തിൽ എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്നാണ്. ഓരോ ലോക റെക്കോർഡിന് വേണ്ടിയുള്ള പരിശ്രമമല്ലേ എന്ന നിലയിൽ ആ പരിപാടിയെ കാണുന്ന ആളുകളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാരണം ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്നൊക്കെ പറയുന്നത് വലിയൊരു അംഗീകാരവും അഭിമാനവും അതിശയവും ഒക്കെയാണ് പലർക്കും. എന്നാൽ ഇത്രയധികം കൊട്ടിഘോഷിക്കുന്ന ഈ മഹാസംഭവമായി കരുതുന്ന ഈ വേൾഡ് റെക്കോർഡിൻ്റെ യഥാർത്ഥ കഥ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അതും കൂടെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിനെയൊക്കെ കൂടുതൽ അങ്ങ് കൊട്ടിഘോഷിക്കാൻ. യൂറോപ്യൻ രാജ്യത്തിലെ അംഗീകൃത മദ്യശാലകളിലും പബ്ബുകളിലുമൊക്കെ വിളമ്പിയിരുന്നൊരു ബിയർ ബ്രാൻഡാണ് ഗിന്നസ്. ഈ ബ്രാൻഡിൻ്റെ ഓണർ കമ്പനിയായ ഗിന്നസ് ബ്രൂവറിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ഹ്യൂജ് ബീവറിന് തോന്നിയ ഒരു ആശയത്തിൽ നിന്നാണ് ശരിക്കും ഗിന്നസ് ബുക്ക് ഉണ്ടാവുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1950 കാലയളവിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗിന്നസ് ബിയറിൻ്റെ മാർക്കറ്റ് എങ്ങനെ ഉയർത്താം എന്ന ചിന്തയിൽ നിന്നാണ് ഗിന്നസ് എന്ന പേര് ആളുകൾ ഒരു മന്ത്രം പോലെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഉച്ചരിച്ചു കൊണ്ടിരിക്കണം എന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് ഹ്യൂജിൻ്റെ ഒരു ഉദ്ദേശം അതായിരുന്നു. അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ടാകുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചത്. പബ്ബുകളിലിരുന്ന ആളുകൾ മദ്യപിച്ചതിന് ശേഷം പല കാര്യങ്ങളിങ്ങനെ തർക്കിക്കും. അതൊരു സ്ഥിരം കാഴ്ചയായിരുന്നു. ഒരു ദിവസം അദ്ദേഹം അത്തരത്തിലൊരു തർക്കം നേരിൽ കാണാനിടയായി. യൂറോപ്പിലെ ഏറ്റവും വേഗതയുള്ള പക്ഷി ഏതാണെന്നായിരുന്നു അന്നത്തെ ദിവസത്തെ തർക്കം. പക്ഷെ ഉത്തരം കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിച്ചില്ല. അന്നത്തെ കാലത്തെ റെഫറൻസ് ബുക്കുകളിലൊന്നും അതിനുള്ള കൃത്യമായ ഉത്തരമുണ്ടായിരുന്നില്ല. ഹ്യൂഗ് ഈ അവസരത്തെ മുതലെടുക്കാൻ ഒരു പുസ്തകം ഇറക്കാൻ തീരുമാനിച്ചു. ആ പുസ്തകത്തിൽ പബ്ബുകളിൽ നടക്കുന്ന സംവാദങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ ചോദ്യങ്ങളെക്കുറിച്ചിട്ടും ഉത്തരങ്ങളെക്കുറിച്ചും രേഖപ്പെടുത്താൻ ഉള്ള ഒരു രീതിയൊക്കെ ആരംഭിച്ചു. ആർക്കെന്ത് സംശയം വന്നാലും റെഫർ ചെയ്യാൻ പറ്റുന്ന അപ്ഡേറ്റഡ് ആയ ഒരു ബുക്ക്. അതിന് ആ ബിയർ ബ്രാൻഡിൻ്റെ നെയിമും കൂടെ ഉൾപ്പെടുത്തി ഗിന്നസ് എന്ന പേരും അതിനങ്ങോട്ട് നൽകി. അതായത് ആ പുസ്തകത്തിൻ്റെ പബ്ലിസിറ്റിക്കൊപ്പം ഗിന്നസ് എന്ന ബിയർ ബ്രാൻഡിൻ്റെ പ്രൊമോഷനും നടക്കണം. അതാണ് ഉദ്ദേശം. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആ പുസ്തകം ഇറങ്ങുകയാണ്. ആദ്യത്തെ റിസർച്ചുകൾ പൂർത്തീകരിച്ച് എഴുതപ്പെട്ട പുസ്തകം 1955 ഓഗസ്റ്റ് 27 പബ്ലിഷ് ചെയ്യപ്പെടുന്നു. 198 പേജുള്ള ആദ്യ പുസ്തകം തന്നെ വൻ ഹിറ്റായിരുന്നു. ഈ ബൈബിളിനും ഖുറാനും ശേഷം 37 ഭാഷകളിലായി പ്രസിദ്ധീകരിക്കപ്പെട്ട $100 മില്യൺ വിറ്റുവരവുള്ള ബെസ്റ്റ് സെല്ലർ ബുക്കായി ഗിന്നസ് വേൾഡ് റെക്കോർഡ് മാറി. പിന്നീട് എല്ലാ വർഷവും ഇത്തരത്തിൽ റെക്കോർഡുകൾ ഭേദിക്കുന്നവരുടെ വിവരങ്ങൾ കണ്ടെത്തി അവ രേഖപ്പെടുത്തി ഗിന്നസ് ബുക്കുകളിൽ പ്രസിദ്ധീകരിച്ചു. ആദ്യകാലത്ത് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ബുക്കുകളിൽ മാത്രമായിട്ടുള്ളൊരു പ്രൊമോഷനായിരുന്നു. കാലം മാറിയതനുസരിച്ചിട്ട് ബുക്കിൽ മാത്രമല്ല TV ഷോകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ലൈവ് ഇവൻറ്റുമൊക്കെ ആയിട്ട് ഗിന്നസ് പ്രൊമോഷൻ നടക്കാൻ തുടങ്ങി. അങ്ങനെ ലോക റെക്കോർഡിൻ്റെ അവസാന വാക്ക് എന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡായിട്ട് ആളുകൾ വിശ്വസിക്കാനും അങ്ങനെയുമൊക്കെ തുടങ്ങി. ഇന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഒരു ഗ്ലോബൽ ബ്രാൻഡാണ്. ലണ്ടനിലും ന്യൂയോർക്കിലും ബീജിങ്ങിലും ടോക്കിയോയിലും ദുബായിലും ഓഫീസുകളൊക്കെയുള്ള, അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ബ്രാൻഡ് അംബാസഡർമാരും ജഡ്ജിമാരുമൊക്കെയുള്ള ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു വലിയ ബ്രാൻഡ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഉടമസ്ഥാവകാശം ബ്രൂവറിൽ നിന്നും കൈമാറി ഒരുപാട് ദൂരം പോയി കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഈ പുസ്തകം തുടങ്ങിയത് ഗിന്നസ് ബ്രൂവറിയുടെ പേരിലായതുകൊണ്ട് ഇന്നും അതേ പേരിൽ തന്നെയാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അറിയപ്പെടുന്നത്. ഒരു ബിയറിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആരംഭിച്ച ബുക്കാണിന്ന് പലരുടെയും ചോദ്യങ്ങൾക്കുള്ള റെഫർ ബുക്കായിട്ടും അവരുടെ ഒരു പ്രിവിലേജഡ് സർട്ടിഫിക്കറ്റായിട്ടും ഒക്കെ അവർ എന്നും ജീവിതത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു ബുക്കായിട്ടൊക്കെ കൊണ്ടു നടക്കുന്നത്. സാധാരണ ആളുകൾ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഗിന്നസ് ബുക്കിൽ ഇടം നേടുന്ന ആൾക്കാരുണ്ട്. മുമ്പ് ആരെങ്കിലും ചെയ്തു വെച്ചിരിക്കുന്ന ഒരു റെക്കോർഡ് ഭേദിക്കാൻ വേണ്ടി ഏതൊറ്റം വരെയും കഷ്ടപ്പെടുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അതൊക്കെ വലിയ കാര്യമാണ്, അതൊക്കെ വലിയ നല്ല കാര്യവുമാണ്. എന്നാൽ ഈ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് വന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്ത് ഗുണമാണുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. ഒരാൾക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഒരു പുസ്തകമാണോ? അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ പേര് വന്നാൽ ഏറ്റവും കഴിവുള്ള വ്യക്തി ആ ഒരാൾ മാത്രമാകുമോ? ഒരിക്കലുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളും രേഖപ്പെടുത്തണം. പിന്നെ
ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് മാത്രമാണ്. നമ്മുടെ സ്കൂളിലും നാട്ടിലെ ക്ലബിലുമൊക്കെ മത്സരങ്ങൾ നടത്തിയതിന് ശേഷം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാറില്ലേ? അതുപോലെ തന്നെ ഒന്നാണിത്. പക്ഷേ ഇവിടെ നമ്മളെ ജഡ്ജ് ചെയ്യുന്നതും അതിനുവേണ്ടി കാശ് പിരിക്കുന്നതും സായിപ്പാണ് എന്ന് മാത്രം. എന്നാൽ ഇതിനെ അത്ര കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഒരു അനാവശ്യമായ ഹൈപ്പ് ഈ ഗിന്നസ് റെക്കോർഡിന് കൊടുക്കാറുണ്ട്. എന്നാൽ ഇത്തരം ഹൈപ്പിന് വേണ്ടി ഒട്ടും പ്രസക്തമല്ലാത്ത കാര്യങ്ങൾ പോലും ലോക റെക്കോർഡിന് വേണ്ടിയിട്ട് കാണിക്കുന്ന പ്രവണത കൂടി വരുന്നുണ്ട്. കുറച്ച് ജെംസ് മുട്ടായി എടുത്തിട്ട് അതിൻ്റെ മേലെ അടുക്കി വെച്ചു, അതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഈ സർട്ടിഫിക്കറ്റിൻ്റെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന്. എന്നിട്ടും അതിനുവേണ്ടി മനുഷ്യരിങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്നല്ല, ഏതൊരു അംഗീകാരവും നമ്മളെ തേടിയാണ് എത്തേണ്ടത്, അല്ലാതെ അതിന് പണം മുടക്കി അതിനുവേണ്ടി കാത്തിരുന്ന് ഇവൻറ്റുകൾ നടത്തിയിട്ടല്ല. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അംഗീകാരങ്ങളോ സമ്മാനങ്ങളോ അല്ല നമ്മുടെ കഴിവിനെ ഡിഫൈൻ ചെയ്യുന്നത്. ആ കഴിവ് നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നു, എങ്ങനെ പരിപോഷിപ്പിക്കുന്നു, നമ്മൾ അതിന് എന്ത് മൂല്യം നൽകുന്നു, അതിന് എത്രത്തോളം എക്സലാകാൻ നമുക്ക് കഴിയുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ കഴിവ് ഏറ്റവും കൂടുതൽ അംഗീകരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ബാക്കിയുള്ളവർ അതിനെ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് അവരുടെ പ്രശ്നമാണ്. നമുക്ക് സമ്മാനങ്ങളും ബഹുമതികളും ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ഇതൊന്നും നമ്മൾ എന്താണെന്നോ നമ്മുടെ കഴിവുകൾ എന്താണെന്നോ വിലയിരുത്താൻ പ്രാപ്തമായത് ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുക. നേട്ടങ്ങളുടെ അളവുകോൽ എന്നത് കുറേ അവാർഡുകൾ നേടലല്ല. നിങ്ങളെ വിലമതിക്കുന്നതും നിങ്ങൾക്ക് മൂല്യമുള്ളതായും തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും അത് വർത്താണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതുമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ജൂലിയ ചൈൽഡിൻ്റെ വാക്കാണ്. ഈ വരികളിലുണ്ട് എനിക്ക് പറയാനുള്ളതെല്ലാം. മനുഷ്യനെ മുന്നോട്ട് നയിക്കുകയും മോട്ടിവേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു ഘടകമാണ് അവന് പ്രചോദനങ്ങൾ, അംഗീകാരങ്ങൾ ഒക്കെ ലഭിക്കുക എന്ന് പറയുന്നത്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും താൻ അംഗീകരിക്കപ്പെടണം എന്ന് തന്നെയാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. കാരണം അയാൾക്ക് ലഭിക്കുന്ന അംഗീകാരം അയാളുടെ കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഒരു പ്രോത്സാഹനമാണ്. എന്നാൽ അതേ അംഗീകാരത്തിന് വേണ്ടി ഒരുപാട് പൈസയൊക്കെ മുടക്കി കുറേ അങ്ങ് നടന്ന് പോകുമ്പോൾ മനുഷ്യൻ തോറ്റുപോവുകയാണ് ചെയ്യുന്നത്. ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്, ഓ എനിക്കൊന്നും ഒരു കഴിവില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് വരെ എനിക്കൊരു സമ്മാനവും കിട്ടിയിട്ടില്ല എന്ന്. സമ്മാനം കിട്ടിയാൽ മാത്രമാണോ നിങ്ങൾ കഴിവുള്ള ഒരാളാണ് എന്ന് പറയുക? നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ നിങ്ങളെ തേടി വന്ന് അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളത് വാങ്ങിക്കുക. അതൊരിക്കലും നിങ്ങളുടെ കഴിവുകൾക്ക് കിട്ടിയ അംഗീകാരമായിട്ട് നിങ്ങൾ വിട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം നിങ്ങളുടെ കഴിവുകൾ അതിനുമപ്പുറമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നിടത്താണ് മുന്നോട്ട് നിങ്ങളെ നയിക്കാൻ, നിങ്ങളെ യാത്ര ചെയ്യിപ്പിക്കാൻ ഇടവരുത്തുന്ന വഴികൾ തെളിഞ്ഞു വരിക. തിങ്ക് പോസിറ്റീവ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.